Hi learners, welcome to iPlus Training Solutions. UGC Net Computer Science in December 2025 questions ആണ് PYQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ആണ്. സോ നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യനിൽ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ബട്ട് സ്റ്റിൽ നമുക്ക് എന്താ പറയാ ഓപ്ഷൻ ഇപ്പൊ നമ്മൾ ചെയ്തതിൽ നിന്ന് തന്നെ ഒരു ഫസ്റ്റ് 10 നോക്കുവാണെങ്കിൽ കൂടുതലായിട്ടും അസേഷൻ റീസണിങ് ടൈപ്പ് ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഡിസംബർ 2025 കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് അസേഷൻ റീസണിങ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഇന്നത്തെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഹിയർ ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ which below are given below are two statements. So the one is labeled as assertion A. Obviously ഇതും നമ്മുടെ assertion and reasoning question ആണ്. So assertion ൽ തന്നിരിക്കുന്നത് നോക്കാം. The control points have only local control over the shape of B-splines. So control points ന് എന്താണ് ഒരു local control ആണ് എന്തിന്റെ on the shape of B-splines. Then reason എന്ന് പറയുന്നത് Bezier curves do have local control. So assertion ൽ പറഞ്ഞിരിക്കുന്നത് control points ന് only one local control ആണ് over the shape of the B-spline. Assertion ൽ പറയുന്നത് Bezier curves ന് എന്താണ് local control ആണ്. So in the light of the above statement നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് most appropriate ആയിട്ടുള്ള ആൻസർ ആണ് from the options given below. So നമുക്ക് ഓപ്ഷൻസിലോട്ട് പോവാം. The first option is both A and R are correct and R is the correct explanation of A. Second, both A and R are correct and but R is not the correct explanation of A. Third, A is correct but R is not correct. Fourth one, A is not correct but R is correct. So ഏതായിരിക്കും നമ്മുടെ കറക്റ്റ്? അതായത് അസേഷനും റീസണിങ്ങിലും ഏതായിരിക്കും കറക്റ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ യുവർ ആൻസർ ഇസ് എന്തായിരിക്കും നമ്മുടെ ആൻസർ? യെസ്, ദ ആൻസർ ഈസ് എ ഇസ് കറക്റ്റ് ആൻഡ് ആർ ഇസ് നോട്ട് കറക്റ്റ്. സോ തന്നിരിക്കുന്നതില് അസേഷൻ എന്താണ് കറക്റ്റ് ആണ്, ബട്ട് റീസണിങ് എന്തല്ല കറക്റ്റ് അല്ല. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. സി നമ്മൾ ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലെ ആണല്ലോ. സോ ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, here is the step-by-step solution for the question regarding B-splines and Bezier curves. So നിങ്ങൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ assertion എന്താണ് തന്നിരിക്കുന്നത് നോക്കാം. So first of all we have to analyzing the assertion A. So the statement is that the control points have only local control over the shape of the B-splines. ഇതാണ് നമുക്ക് തന്നത്. അതായത് കൺട്രോൾ പോയിന്റിന് എന്തുണ്ടാവും? ഒരു ലോക്കൽ കൺട്രോൾ ഉണ്ടാവും. അതാണ് ആ ഒരു ബി സ്പ്ലിൻസിനെ എന്ത് ചെയ്യുന്നത്? ഷേപ്പ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ഇറ്റ് ഈസ് ട്രൂ. വൈ? ബിക്കോസ് ഒരു ബി സ്പ്ലിൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രൈമറി അഡ്വാൻറ്റേജ് ആണ് ഇത്. സോ ദിസ് ഈസ് ലൈക് വി ക്യാൻ കോൾഡ് ആസ് ദിസ് ഇസ് എ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് എന്തായിരിക്കും? ബി സ്പ്ലിൻസ് ആയിരിക്കും. ബി സ്പ്ലിൻസിന്റെ പ്രൈമറി അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഇത് വരുന്നത്. So this is true, and one of the primary advantage of the B-splines over a standard Bezier curve is that moving a single control point only affect the specific and local segment of the curve. So ഇതൊരു B-spline അതായത് ഒരു സ്റ്റാൻഡേർഡ് Bezier curve നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ബേസ് ചെയ്തിട്ട് ഇതെന്താണ്? ഒരു പ്രൈമറി അഡ്വാൻറ്റേജ് ആണ്. So the primary advantage of the B-spline over a standard Bezier curve is that moving a single control point, ഒരു single control point ആണ് ഉണ്ടാവുന്നത്. അത് ആക്ച്വലി എഫക്ട് ചെയ്യുന്ന എന്തായിരിക്കും? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലീഗൽ സെഗ്മെന്റ് ഓഫ് ദി കർവ്. സോ ഒരു ലോക്കൽ സെഗ്മെന്റ് ആ ഒരു കർവിന്റെ ലോക്കൽ സെഗ്മെന്റിലാണ് എന്ത് വരുന്നത്? അതിനെ എഫക്ട് ചെയ്യുന്നത്. സോ ദ സിംഗിൾ കൺട്രോൾ പോയിന്റ് വിൽ ഓൺലി എഫക്ട് എ സ്പെസിഫിക് and a local segment of the curve. So ഒരിക്കലും അത് ആ ഒരു കർവിന്റെ entirely എന്ത് ചെയ്യുന്നില്ല? ഷേപ്പ് ചെയ്യുന്നില്ല. So it does not alter, okay, it does not alter the shape of the entire curve. മൊത്തം കർവിന്റെ ഷേപ്പിനെ അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ആൾട്ടർ ചെയ്യുന്നില്ല. So that is one of the fact. Okay,
So assertion തന്നിരിക്കുന്ന statement correct ആണ്. Why? Because it is not shaping the entire curve and അതിനൊരു single control point ആണ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് റീസൺ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. റീസണിൽ തന്നിരുന്നത് Bezier curves do not have a local control. Actually Bezier curve do have a local control. See, Bezier curve local control alla, instead of that it has a global control. So this statement or this reason is false. Why? Because the standard Bezier curves will exhibit a global control. Okay, standard Bezier curve nallathu local control alla, instead of that it has a global control. So adennu parayunnathu, this means that if you have move even a single control point, see, suppose നമ്മൾ ഒരു സിംഗിൾ കൺട്രോൾ പോയിന്റ് മൂവ് ചെയ്താലും അവിടെ മാത്തമാറ്റിക്കൽ പോളിനോമിയൽ എന്തുണ്ടാവുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ടാവുന്നുണ്ട്. സോ ദിസ് മീൻസ് ദാറ്റ് if you have moved even a single control point, suppose നമ്മൾ ഒരു സിംഗിൾ കൺട്രോൾ പോയിന്റ് മൂവ് ചെയ്താലും മാത്തമാറ്റിക്കലി അതിന്റെ പോളിനോമിയൽ എന്തുണ്ടാവുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട്. So which mathematically alter the entire curve. So ഏതെങ്കിലും ഒരു സിംഗിൾ പോയിന്റിൽ മൂവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ obviously ആ ഒരു കർവിൽ എന്തുന്നുണ്ട്, ആ ഒരു മാറ്റം വരും. So the mathematically that will be alter the entire curve. So mathematically alter the entire curve even if the visual changes is most noticeable near the point you have moved. Okay, so if ഒരു സിംഗിൾ പോയിന്റിൽ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ കൂടി മാത്തമാറ്റിക്കലി അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ മൊത്തം കർവിനെ തന്നെ അവിടെ ചേഞ്ച് വരുന്നു. സോ കൺക്ലൂഷൻ എന്ന് പറയുന്നത് assertion A is factually correct and the reason R is factually incorrect and the relationship matches the third option. So we'll move on to the next question. Given below are two statements and the one is assertion A and assertion B. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മൂന്നാല് ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ആയിട്ട് assertion reasoning തന്നെയാണ് ഡിസംബർ 2025 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ട്രെൻഡ്. So the assertion is we can build an object from the class containing a pure virtual function. See, ഒരു ക്ലാസ്സിൽ നിന്നും നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ബിൽഡ് ചെയ്യാം, അതിനകത്ത് വരുന്നത് പ്യോർ വെർച്വൽ ഫങ്ഷൻസ് ആണ്. രണ്ടാമത്തത് ഒരു ക്ലാസ്സിനകത്ത് എ ക്ലാസ് കണ്ടെയ്നിങ് എ പ്യോർ വെർച്വൽ ഫംഗ്ഷൻ, ഒരു ക്ലാസ്സിനകത്ത് പ്യോർ വെർച്വൽ ഫംഗ്ഷൻ ആണുള്ളത്, അതിനെ നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നു. സോ എ ക്ലാസ്, ഓക്കെ, സോ റീസണിംഗിൽ പറയുന്നത് എ ക്ലാസ് ദാറ്റ് വിൽ ബി കണ്ടെയ്നിങ് എ പ്യോർ വെർച്വൽ ഫംഗ്ഷൻ വിച്ച് ഈസ് കോൾഡ് ആസ് അബ്സ്ട്രാക്ട് ക്ലാസ്. Okay, so based on this, which we can be the answer? So again, the option 1, both A and R are correct, and R is the correct explanation of A. Second, both A and R are correct, and R is not the correct explanation of A. Third, A is correct, but R is not correct. Fourth, A is not correct, but R is correct. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. യെസ്, വാട്ട് ക്യാൻ ബി ദ ആൻസർ? പറഞ്ഞേ, ദ ആൻസർ ഇസ് എ ഇസ് നോട്ട് കറക്റ്റ് ബട്ട് ആർ ഇസ് കറക്റ്റ്. സോ അസേർഷൻ തന്നിരിക്കുന്നത് തെറ്റാണ്, ബട്ട് റീസൺ വാസ് കറക്റ്റ്. സി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. സി, ഒരു ക്ലാസ്, ഓക്കെ, സോ ഈ ഒരു ക്ലാസ്സിനകത്ത് നമുക്ക് എന്തുണ്ട്, കുറച്ച് വെർച്വൽ ഫങ്ഷൻസ് ഉണ്ട്. സോ ഈ ക്ലാസ്സിനകത്ത് പ്യോർ വെർച്വൽ ഫങ്ഷൻസ് ആണുള്ളത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദിസ് ഈസ് കോൾഡ് ആസ് അബ്സ്ട്രാക്ട് ക്ലാസ്. സോ എ ക്ലാസ് that will be containing a pure virtual function which is referred as an abstract class. So ഒരു abstract classനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, can be instantiated directly. ഒരിക്കലും നമുക്ക് നേരിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. So an abstract class cannot be instantiated directly. So ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് വേറൊരു രീതിയിലും പറയാം, ഒരിക്കലും ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ നമുക്ക് ഡയറക്ട്ലി ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ we cannot create an object of a class that will be containing at least one pure virtual function. അതായത് അറ്റ്ലീസ്റ്റ് ഒരു പ്യോർ വെർച്വൽ ഫംഗ്ഷൻ ഉള്ള ഒരു ക്ലാസ്, അതായത് ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. So one thing, we cannot create an object of a class,
Okay, that an object of a class that will be containing at least one pure virtual function. So ഇനി നമ്മൾ ഈ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് തന്നെ എന്താന്ന് നമുക്ക് നോക്കാം. സി ഒരു അബ്സ്ട്രാക്ട് ക്ലാസിന്റെ പർപ്പസ് എന്ന് പറയുന്നത് the purpose of an abstract class എന്ന് പറയുന്നത് is to serve as a base class. Okay, അബ്സ്ട്രാക്ട് ക്ലാസിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ബേസ് ക്ലാസിനെ സെർവ് ചെയ്യാന്നുള്ളതാണ്. So the purpose of an abstract class is to serve as a base class for other derived classes that implement the pure virtual function. അതായത് pure virtual functions implement ചെയ്യാൻ പറ്റുന്ന മറ്റ് derived ക്ലാസുകൾ ഉണ്ടാവും. സി നമ്മുടെ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത് ബേസ് ക്ലാസ്സിനെ സെർവ് ചെയ്യാണ്. സോ ബേസ് ക്ലാസ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സസ് വരും, അത് എന്ത് ചെയ്യുന്നുണ്ട്, പ്യുവർ വെർച്വൽ ഫംഗ്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യും. സോ ഇനി നമുക്ക് നമ്മുടെ അസേർഷൻ ആൻഡ് റീസൺ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അസേർഷൻ എ ഇൻകറക്റ്റ് ആണ്. വൈ? ബിക്കോസ് ഒരു പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ, സി നമ്മൾ വെർച്വൽ ഫംഗ്ഷൻസിനെ കുറിച്ചാണല്ലേ പറയുന്നത്. സോ ഒരു പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ എടുത്താൽ അത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് എന്ത്, ദ ഇൻസ്റ്റൻഷിയേഷൻ ഓഫ് ക്ലാസ്, മേക്കിംഗ് ഇറ്റ് ഇമ്പോസിബിൾ ടു ബിൽഡ് ആൻ ഒബ്ജക്ട് from that such classes. So assertion A incorrect ആണ്. Why? Because ഒരു pure virtual functions ഒരു ക്ലാസ്സിനെ ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്, പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓൾസോ ഇത്തരത്തിലുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഒബ്ജക്റ്റ് ബിൽഡ് ചെയ്യാൻ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ഡു ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. റൈറ്റ്? ഇനി റീസൺ നമ്മൾ പറഞ്ഞു, ദ റീസൺ വാസ് കറക്റ്റ്. വൈ? ബിക്കോസ് ഈ റീസൺ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്, so the our answer reason was correct because it accurately defined what an abstract class, which I mean ഒരു abstract classile എന്താണുള്ളത്. Okay, so reason was defining accurately that what an abstract class which is contained, which is a class. So actually abstract class എന്താണ് ഡയറക്റ്റ് പറയുന്നുണ്ട്, അതായത് a class that will be containing at least. So ഇത്രയേ ഉള്ളൂ. അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത് a class that will be containing at least one pure virtual function. Okay, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത് a class that will be containing at least one pure virtual function. So additional information ആണ് കൊടുത്തിരിക്കുന്നത്, എന്താണ് pure virtual function എന്ന് പറയുന്നത്. So നോക്കിയേ, a pure virtual function is a virtual function that is declared by assigning it into 0 in its declaration. So ഒരു pure virtual function എന്ന് ഒരു pure virtual function എന്ന് പറയുന്നത്, suppose നിങ്ങൾ നോക്ക്, example ഇതാണ്, virtual void and that function is defined as 0. സോ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 0 ആണ്, അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ 0 ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ. സോ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ മീൻസ് എ വെർച്വൽ ഫംഗ്ഷൻ ദാറ്റ് വിൽ ബി ഡിക്ലെയർഡ് ബൈ അസൈനിങ് എ വാല്യൂ ആസ് 0 ആൻഡ് it serves as a placeholder. So ഈ ഒരു pure virtual function എന്തായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു പ്ലേസ് ഹോൾഡറുമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. It serves as a placeholder for the derived classes to provide either specific implementation of the function. So ഇതൊരു പ്ലേസ് ഹോൾഡറുമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ട്, ഡിറൈവ്ഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട്. സോ ദാറ്റ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ത്, either specific implementation of the function. സോ അത് ഒന്നെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫംഗ്ഷന് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ദ ക്ലാസസ് ദാറ്റ് കണ്ടെയ്നിങ് ദ പ്യുവർ ഫങ്ഷൻസ്, അതായത് ഈ ഒരു ക്ലാസ്സിനകത്ത് പ്യുവർ വെർച്വൽ ഫങ്ഷൻസ് ആണ് ഉള്ളതെങ്കിൽ അത് അബ്സ്ട്രാക്ട് ആണ്. അത് ഈ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സസിനെ ഒരിക്കലും നമുക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അറ്റ്ലീസ്റ്റ് വൺ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻസ് ഉള്ളതിന് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് ഡയറക്ട്ലി ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും? സോ ഇനി എന്താണ് ഈ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് നോക്കാം. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ അബ്സ്ട്രാക്ട് ക്ലാസ്. സി അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത് ദേ ഹാവ് ബോത്ത് പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആൻഡ് നോർമൽ മെമ്പർ ഫംഗ്ഷൻ. സോ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് പ്യുവർ വെർച്വൽ ഫംഗ്ഷൻസും ഉണ്ടാവും ആൻഡ് നോർമൽ ആയിട്ടുള്ള മെമ്പർ ഫംഗ്ഷൻസും ഉണ്ടാവും. അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് പ്യുവർ വെർച്വൽ ഫംഗ്ഷൻസും ഉണ്ടാവും, നോർമൽ ആയിട്ടുള്ള
member functions ഉണ്ടാവും. And ഈ ഒരു derived classes, see, derived classes must override all the pure virtual functions of the base class to become a concrete class. So derived classes ന് override ആയിട്ട് എന്തുണ്ടാവും, എല്ലാ pure virtual functions ഉണ്ടാവും base classന്. അതാണ് എന്താവുന്നത്, ഒരു concrete class ആയിട്ടുള്ള non abstract ആയിട്ട് മാറുന്നത്. So derived classന് എന്തുണ്ടാവും, it must be override all the pure virtual functions of the base class and to become a concrete classes. Okay, so അതായത് if ഒരു derived classes ഉണ്ട് നമ്മുടെ കയ്യില്, okay, so if a derived classes does not override all the pure function, it is also become an abstract class. So ഒരിക്കലും ഒരു derived class ഉണ്ട്, പക്ഷെ ആ derived ക്ലാസ്സിലെ എല്ലാ പ്യൂർ വെർച്വൽ ഫംഗ്ഷനെ നമുക്ക് ഓവർറൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്, അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയും. അതായത് the derived classes which does not override all the pure virtual function. എല്ലാ പ്യൂർ വെർച്വൽ ഫംഗ്ഷൻസിനെയും ഓവർറൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ that is called as an abstract class. Okay, ഇത്രയും ക്ലിയർ ആണോ, എങ്ങനെയാ അത് വന്നേന്ന് മനസ്സിലായോ? Right? So we will move on to the, yes, this is an example actually, നമ്മൾ പറഞ്ഞ സെയിം കാര്യമാണ്. So we have an abstract class, അതിനകത്ത് ഒരു virtual void pure virtual function കൊടുത്തിട്ടുണ്ട്. അത് ഡിക്ലെയർ ചെയ്ത വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നത് 0 ആണ്. Why? Because it is pure virtual. And we have a concrete class. ഈ കോൺക്രീറ്റ് ക്ലാസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പബ്ലിക് അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്താണ്. അബ്സ്ട്രാക്ട് ക്ലാസ് ആയതുകൊണ്ട് തന്നെ എഗെയിൻ അതിനകത്ത് എന്തുണ്ട്, പ്യൂർ വെർച്വൽ ഫംഗ്ഷൻ ഉണ്ട്, അത് ഓവർറൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന് മേലെ. Then that is actually this will be denoting that it's an implement. This will be going for implementation. Okay, ഇത്രയും ക്ലിയർ ആയോ എങ്ങനെയാ വരുന്നതെന്ന്? So here abstract class എന്ന് പറയുന്നത് abstract class ആണ്, and concrete class പ്രൊവൈഡ് ചെയ്യുന്നത് implementation ആണ് എന്തിന്റെ, പ്യൂർ വെർച്വൽ ഫംഗ്ഷന്റെ. സോ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് തന്നെ, കോൺക്രീറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഈ പ്യൂർ വെർച്വൽ ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല അതുവഴി അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്ലാസ്സിന് കോൺക്രീറ്റ്, ഇറ്റ് വിൽ ബി മേക്കിംഗ് ഇറ്റ് ആസ് എ കോൺക്രീറ്റ് ക്ലാസ്. ഓക്കെ, സോ കോൺക്രീറ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി പ്യൂർ വെർച്വൽ ഫംഗ്ഷൻ ആണ്. ഓൾസോ ഇറ്റ് വിൽ ബി മേക്കിംഗ് ഇറ്റ് ആസ് എ കോൺക്രീറ്റ് ക്ലാസ്. ഇനി ഇവിടെ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. വൈ? ബിക്കോസ് ഇതായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. ദാറ്റ് ഈസ് an abstract class have constructors ഉണ്ടാവും, deconstructors ഉണ്ടാവും, constructors ഉണ്ടാവും, destructors ഉണ്ടാവും, member variables ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, abstract classes യൂസ് ചെയ്തിരിക്കുന്നത് to define interfaces or base functionality for the derived classes. മൂന്ന്, അത് they will be enabled, polymorphism enable ചെയ്യുന്നുണ്ട്, and it will be allowing derived classes to provide a specific implementation of base class function. So മൂന്നാമത്തെ കാര്യം, അത് enable ചെയ്യുന്നത് polymorphism ആണ്, so that അത് allow ചെയ്യുന്നുണ്ട് എന്ത്, derived classesന്, so that it will be providing specific implementations എന്തിനു കൊടുക്കുന്നുണ്ട്, base class functionsന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ എങ്ങനെയാണ് ഇത് വന്നേന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ? Yes, we will move on to our next question. So the question is, arrange the following applet life cycles method in sequence. So തന്നിരിക്കുന്നത് first one start off, paint off, initialize ന്റെ init off, then stop off. So you have to choose the correct answer from the options given below. First one ABCD, second CABD, third ACBD, fourth one BACD. So ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ, എന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഈ ഒരു ആപ്ലെറ്റ് ലൈഫ് സൈക്കിൾസിന്റെ മെത്തേഡിന്റെ സീക്വൻസ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. യെസ്, ദ ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 2, CABD. എങ്ങനെയാ അത് വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കാം. സോ ഒരു ബേസിക്കലി ഈ ഒരു ലൈഫ് സൈക്കിൾ മെത്തേഡില് obviously we will be starting with which one? Yes, we will be starting with initialization. So the applet life cycle consisting of methods that will be define the different stages of an applet's execution. So applet's life cycle എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസിൽ എങ്ങനെയാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. That's what it's mean, right?
So the different stages of an applet's execution ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. So the correct sequence of this method, that is initialization, start, then paint off, then stop. So first of all, as I already mentioned, നമ്മൾ start ചെയ്യുന്നത് initialize ചെയ്യാണ്. So this method, okay, this method will be initializes the applet and is executed once at the beginning. ഈ മെത്തേഡ് ഇനീഷ്യലൈസ് ചെയ്യുന്നത് ആപ്ലെറ്റ് വഴിയാണ്. സോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരൊറ്റ തവണയായിരിക്കും ബിഗിനിങ്ങില്. രണ്ടാമത്തെ സാധനമാണ് എന്ത്, സ്റ്റാർട്ട് ഓഫ്. സോ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ദിസ് മെത്തേഡ് വിൽ ബി സ്റ്റാർട്ട് ഓർ റെസ്യൂം ദി ആപ്ലെറ്റ്സ് എക്സിക്യൂഷൻ. സോ ആദ്യം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തത് നമ്മൾ ബിഗിൻ ചെയ്തു, ദെൻ നമ്മൾ സ്റ്റാർട്ട് ഓഫ് യൂസ് ചെയ്തു. സോ ദാറ്റ് അവിടെ നമ്മൾ ആപ്ലെറ്റ്സിന്റെ എക്സിക്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ ഫോർ റെസ്യൂം ഓൾസോ. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പെയിന്റ് ആണ്. സോ പെയിന്റ് ഓഫ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു മെത്തേഡ് ആണ് എന്തിന് റെസ്പോൺസിബിൾ ആവുന്നത്, ദിസ് മെത്തേഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റെൻഡറിങ് ദ ആപ്ലെറ്റ്സ് കണ്ടന്റ് ഓൺ ദി സ്ക്രീൻ. സോ സ്ക്രീനിനകത്ത് ഓക്കെ, സോ സ്ക്രീനിനകത്ത് ആപ്ലെറ്റ് കണ്ടന്റ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പെയിന്റ് ഓഫ്. So this method is responsible for rendering the applet's content on the screen. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആണ്. അതായത് എപ്പോഴാണോ നമുക്ക് ആപ്ലെറ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടതാണ് എന്ത്, സ്റ്റോപ്പ് ഓഫ്. സോ ഇനീഷ്യലൈസ് ചെയ്യുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ആപ്ലെറ്റിനെ, എന്നിട്ട് നമ്മൾ അതിന്റെ എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആപ്ലെറ്റ് എക്സിക്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ആ ഒരു മെത്തേഡ്. മൂന്നാമത്തേന്ന് പറയുന്നത് ഈ ആപ്ലെറ്റ് കണ്ടന്റ്, സ്ക്രീനിലുള്ള ആപ്ലെറ്റ് കണ്ടന്റിനെ നമ്മൾ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെയിന്റ് ഓഫ് വരുന്നത്. സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണോ ആപ്ലെറ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തത്, അതാണ് സ്റ്റോപ്പ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആയോ എങ്ങനെയാ അത് വരുന്നതെന്ന്? യെസ്. സോ നിങ്ങൾ നോക്കുക, the additional information means which is related to the applet's life cycle methods. So again നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് initialization തന്നെയാണ്. So this is the first method which is executed when the applet will be starts, and ഇത് യൂസ് ചെയ്യുന്നത്, this is used for initializing variables, initialize ചെയ്യാനും ഏതൊക്കെ റിസോഴ്സസ് ആണ് വേണ്ടത് അതെല്ലാം സെറ്റപ്പ് ചെയ്യാനാണ്, which is used for setting up the resources also. Then വരുന്നത് സ്റ്റാർട്ട് ഓഫ് ആണ്. സ്റ്റാർട്ട് ഓഫ് എന്ന് പറയുന്നത് ആഫ്റ്റർ ദ it will be called after the initialization and the method will be begins the applet's execution, and it is also invoked when the applet is applet restart ചെയ്യുമ്പോഴാണ് ഇത് ഇൻവോക്ക് ആവുന്നത്. അടുത്തത് പെയിന്റ് ഓഫ് ആണ്. പെയിന്റ് ഓഫ് എന്ന് പറയുന്നത് ഈ മെത്തേഡ് ഹാൻഡിൽ ചെയ്യുന്നത് ആപ്ലെറ്റ്സിന്റെ ഗ്രാഫിക്കൽ ഔട്ട്പുട്ട് ആണ്, ആൻഡ് ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് whenever the applet needs to be redrawn. ആപ്ലെറ്റ്സ് എപ്പോഴൊക്കെയാണ് റീഡ്രോ ചെയ്യേണ്ടത് ആ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെയിന്റ് ഓഫ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് സ്റ്റോപ്പ് ആണ്. That is, this method is invoked when the applet is stopped and if we need to be paused state, such as when the user will be navigate away from that particular stage. ഓക്കെ, അപ്പൊ യൂസറിന് എപ്പോഴെങ്കിലും ഈ ഒരു പെയിന്റ് സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലോട്ട് പോകണമെങ്കിൽ അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു സ്റ്റോപ്പ് സ്റ്റേജ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആപ്ലെറ്റ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിലോ സപ്പോസ് ഇഫ് യു വാണ്ട് ടു പോസ് ഇറ്റ്, ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്ന ഫങ്ഷനാലിറ്റീസ്. ഓക്കെ, അപ്പം ആപ്ലെറ്റ്സിന്റെ ലൈഫ് സൈക്കിൾ മെത്തേഡ് ക്ലിയർ ആയല്ലോ. Then the important points are the applet's life cycle methods are defined in a java.applet class. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, നോട്ട് ഡൗൺ ചെയ്യുക. ആൻഡ് ഡിസ്ട്രോയ് ഓഫ് മെത്തേഡ്, നമ്മൾ ഇതൊരു ഓപ്ഷൻ ആയിരുന്നു, ദിസ് ഈസ് വൺ ഓഫ് ദി ഓപ്ഷൻ ആക്ച്വലി. ഡിസ്ട്രോയ് ഓഫ് മെത്തേഡ് എന്ന് പറയുന്നത് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദി ആപ്ലെറ്റ് ലൈഫ് സൈക്കിൾ ആണ്, ബട്ട് ഇറ്റ് ഈസ് കോൾഡ് ഓൺലി വെൻ ദ ആപ്ലെറ്റ് ഈസ് പെർമനന്റ്ലി ടെർമിനേറ്റഡ്. സോ അത് പെർമനന്റ്ലി ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്താണ് കോൾഡ് വെൻ permanently terminated. permanently terminate ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിസ്ട്രോയ് ഓഫ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് കോൾ ചെയ്യുന്നത്. And understanding the sequence ensures the correct implementation and the smooth execution of the applet. Why? Because നമുക്ക് once ആ ഒരു സീക്വൻസ് ക്ലിയർ ആയിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും സ്മൂത്ത് ആയിട്ട് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ.
Okay, ഇത്രയും clear ആയോ? So the next question is, given below are two statements and one label എഴുതിയിരിക്കുന്നത് assertion A ആണ് and മറ്റേത് label എഴുതിയിരിക്കുന്നത് reason R ആണ്. Again assertion and reasoning question ആണ്. So നമ്മൾ ഇപ്പോ ഇന്നത്തെ സെഷനിൽ തന്നെ 3-4 questions നമ്മൾ ചെയ്തു. So the next one is assertion തന്നിരിക്കുന്നത് depth first search cannot be used to perform a topological sort of a directed acyclic graph. Depth first search നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് യൂസ് ചെയ്യാൻ പറ്റും to perform a topological sort of an direct acyclic graphന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടോപ്പോളജിക്കൽ സോർട്ട് നമ്മൾ എടുത്താൽ a topological sort a directed acyclic graph ഉണ്ട്, അതായത് ആ directed acyclic graph ആണ് G is equal to V, E. This will be your vertices and this will be your edges. So ഒരു ടോപ്പോളജിക്കൽ സോർട്ട് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് ആണ്. അതിനിങ്ങനെയാണ് G is equal to V, E. ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഒരു ലീനിയർ ഓർഡറിംഗ് ആണ്. So this is a linear ordering of its vertices such that if G എന്ന് പറയുന്ന ഒരു ഗ്രാഫ് if it is containing an edge U, V, suppose നമ്മുടെ ഈ ഒരു എഡ്ജിനകത്ത് U, V ആണ് ഇരിക്കുന്നത്, then U appears before V in the ordering. So then ഈ ഒരു U, see U, V എന്ന് പറഞ്ഞിട്ടാണ് എഡ്ജ് ഇരിക്കുന്നത്. U വരുന്നത് എന്തിനു മുന്നേ ആയിരിക്കും, V യുടെ മുന്നേ ആയിരിക്കും. So ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. So depth first search യൂസ് ചെയ്യുന്ന ടോപ്പോളജിക്കൽ സോർട്ട് ഓഫ് എ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് ആണ്. ഇനി റീസൺ ഒരു ടോപ്പോളജിക്കൽ സോർട്ട് ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് വിത്ത് ദ റീസൺസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. So yes, again the question is yes, both what is the correct answer? So the first one is both A and R are correct, and R is the correct explanation of A. Second, both A and R is correct but R is not the correct explanation of A. Third, A is correct but R is incorrect, R is not correct. Fourth one, A is not correct but R is correct. So ഏതായിരിക്കും നമ്മുടെ correct statement എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. Yes, what can be the correct answer? So the correct answer is both A and R are correct and R is the correct explanation of A. So ഇതെങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം. See, depth first search എന്ന് പറയുന്നത് it's an algorithm and that can be used to perform a topological sort of a directed acyclic graph. So depth first search എന്ന് പറയുന്ന ഒരു algorithm ആണ്. അത് യൂസ് ചെയ്യുന്നത് topological sort of a directed acyclic graph ആണ്. And again we are coming back to what do you mean by this topological sorting? See, topological sorting എന്ന് പറയുന്നത് linear ordering of vertices ആണ് in a directed graph. Okay, so ഒരു directed ഗ്രാഫില് verticesനെ linearly order ചെയ്യുന്നതിനാണ് topological sorting എന്ന് പറയുന്നത്. So that every directed wedges, see ഓരോ directed edgesഉം U, V എന്ന് പറയുന്ന directed edge ആണ്, അവിടെ U വരുന്നത് V യുടെ മുന്നേ ആയിട്ടാണ്. ഓക്കെ, എന്തില് ആ ഒരു ഓർഡറിംഗില്. സോ U, V യില് സി നമുക്കറിയാലോ U, V നകത്ത് U will be comes first. ഓക്കെ, ഇൻ ദി ഓർഡറിംഗിനകത്ത് U ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ഇനി ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, സി DFS ട്രാവേഴ്സ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഗ്രാഫ് വഴിയാണ്. DFS traverses the graph and ensure that all the dependencies, so DFS ഗ്രാഫിലൂടെ ട്രാവേഴ്സ് ചെയ്യുന്നു and അത് എൻഷുർ ചെയ്യുന്നത് എല്ലാ ഡിപെൻഡൻസീസ് ഓർ എല്ലാ എഡ്ജസും എന്താണ് കൺസിഡർ ചെയ്യുന്നത് before adding a vertex to the sort order. So DFS traverse ചെയ്യുന്നത് ഗ്രാഫിലൂടെയാണ് and അത് എൻഷുർ ചെയ്യുന്നത് എല്ലാ ഡിപെൻഡൻസീസ് in the sense എല്ലാ എഡ്ജസും കൺസിഡർ ചെയ്യുന്നത്, see all U's are coming before V ആണല്ലോ. So all the edges are coming before V. So all the edges are coming considered before adding the vertices to the sort order. So sort orderൽ vertices add ചെയ്യുന്നതിന് മുന്നേ edges നമ്മൾ കൺസിഡർ ചെയ്യുന്നു. And this is directly aligns with the requirement of a topological sorting. So ഇത് ഒരു topological sorting ന്റെ direct requirement ൽ വരുന്നു. Okay, ഇനി reason R തന്നിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിലെ reason R actually that is also correct. See,
ആ റീസൺ ആറാണ് കറക്റ്റ്ലി ഡിഫൈൻ ചെയ്യുന്നത് വിച്ച് ടോപ്പോളജിക്കൽ വിച്ച് ഇസ്, അതായത് ആ ഒരു ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് അതർവൈസ് DFS അതൊരു ടോപ്പോളജിക്കൽ സോർട്ട് ആണോ എന്നത്. ആൻഡ് അസേഷൻ എ പറയുന്നത് കറക്റ്റ് ആണ്. വൈ? ബിക്കോസ് DFS ആണ് ഈ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു അച്ചീവ് ദിസ് സോർട്ടിംഗ് ഇൻ എ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. സോ DFS ടോപ്പോളജിക്കൽ ആയിട്ടുള്ള ടോപ്പോളജിക്കൽ സോർട്ട് വഴി എന്തിൽ യൂസ് ചെയ്യുന്നു? ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. ഇതാണ് ആക്ച്വലി ബേസിക് ആയിട്ടുള്ള ഇതിന്റെ ഒരു ഉള്ളടക്കം. ഓക്കെ, ക്ലിയർ ആയോ? ഇനി വരുന്നത് certain additional informations ആണ്. So the step for the topological sorting using DFS. First step എന്ന് പറയുന്നത് perform the depth first search traversal on a graph. ആദ്യം നമ്മൾ ഈ ഒരു depth first search എന്തിലെ ഗ്രാഫിൽ ട്രാവേഴ്സ് ചെയ്യുന്നു. Okay, then we are visiting each vertex. ഓരോ vertexും നമ്മൾ വിസിറ്റ് ചെയ്യുന്നു. എങ്ങനെ? റിക്കർസീവ്ലി വിസിറ്റ് ഇറ്റ്സ് adjacent vertices first. While അതായത് ഓരോ verticesഉം നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് റിക്കർസീവ്ലി ആണ് വിസിറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് adjacent vertices first. അടുത്തുള്ള vertices ആണ് ഫസ്റ്റ് വരുന്നത്. ഇനി once all the adjacent vertices are visited, suppose എല്ലാ adjacent verticesഉം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ then നമ്മൾ എന്ത് ചെയ്യണം? Then we have to add the current vertex to a stack. So എല്ലാ verticesഉം നമ്മൾ എല്ലാ adjacent verticesഉം നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കറന്റ് ആയിട്ട് ഏത് vertex ആണോ അത് നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്യണം. സോ ആഫ്റ്റർ ഈ ഒരു ഡെപ്ത് ഫസ്റ്റ് സെർച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ദ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ഇസ് കംപ്ലീറ്റഡ് then ആ ഒരു സ്റ്റാക്കിനകത്ത് the stack will be contain the vertices in the topological orderലായിരിക്കും. സോ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ സ്റ്റാക്കിൽ വരുന്ന എന്തായിരിക്കും? ആ ഒരു vertices ടോപ്പോളജിക്കൽ ഓർഡറിലായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? സോ ഇനി ഈ ടോപ്പോളജിക്കൽ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. വൈ? ബിക്കോസ് നമ്മളൊരു ടോപ്പോളജിക്കൽ ഓർഡറിന്റെ ഒരു സോർട്ടിങ്ങിന് ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാം അതെല്ലാം നമ്മൾ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. So the applications of topological sorting എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ is that task scheduling problems ഇവിടെ വരുന്നുണ്ട്. അവിടെ നമ്മൾ we will be using certain task ഉണ്ട്. ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുന്ന എന്തായിരിക്കും? each will be completed before others. So ഓരോ ടാസ്കും ഒരാൾക്ക് മുന്നേ ഒരാൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിപെൻഡൻസി റെസൊല്യൂഷൻ ആണ്. സോ ഡിപെൻഡൻസി റെസൊല്യൂഷൻ ഇൻ പാക്കേജ് മാനേജ്മെന്റ് സിസ്റ്റത്തിലായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് compiler optimization ആണ്. Compiler optimization for determining the order of execution of code modules. So compiler optimization വരുന്നത് എന്തിനാണ്? That is used for determining the order of execution of code modules ആണ്. ഇനി വരുന്നത് important points about topological sorting ന്റെ important points ആണ്. ഒന്നാമത്തത് അത് വാലിഡ് ആയിരിക്കുന്നത് എന്തിനാണ്? ഇറ്റ് ഈസ് ഓൺലി വാലിഡ് ഫോർ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫിനാണ് അത് വാലിഡ് ആയിരിക്കുന്നത്. ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, ടോപ്പോളജിക്കൽ സോർട്ടിങ് നമ്മുടെ ഈ ഒരു DFS വരുന്നത് വെൻ ഇറ്റ് വിൽ ബി വർക്ക്ഡ് ഓൺ എ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് ഓർ DAG. സോ ഒരു സൈക്കിള് ഈ ഒരു ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ ടോപ്പോളജിക്കൽ ഓർഡർ ഇസ് നോട്ട് പോസിബിൾ. സോ ഇഫ് എ സൈക്കിൾ എക്സിസ്റ്റ് ഇൻ ദ ഗ്രാഫ് then the topological sorting is not possible. Okay, ഇത്രയും ക്ലിയർ ആയോ? സോ ദ മൾട്ടിപ്പിൾ വാലിഡ് ടോപ്പോളജിക്കൽ ഓർഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സെയിം ഗ്രാഫിൽ. സോ സെയിം ഗ്രാഫിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാലിഡ് ടോപ്പോളജിക്കൽ ഓർഡേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്? ട്രാവേഴ്സൽ ഓഫ് ഓർഡർ ആണ്. ട്രാവേഴ്സൽ ഓർഡർ ഓഫ് ട്രാവേഴ്സൽ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. So multiple valid ആയിട്ടുള്ള topological orders also can be there. So that can be on the same graph. Any next, so ഒരു implicit conversion type. Next question idana. For implicit conversion type, arrange the following from lower size type to a high type layer size. So lower size type il ninnum high type size ilotte maaറ്റാനാണ് നമ്മൾ പറഞ്ഞത്. implicit type conversion ആണ്. So the first one is double, second unsigned long int, third unsigned int, fourth one long double and the last one long int. So ഇതിൽ ഏതാണ് implicit type conversion ന്റെ order എന്നാണ്? So the options are ECBAD, second CBEDA, third option ECABD,
ഫോർത്ത് ഓപ്ഷൻ CEBAD. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. വാട്ട് ക്യാൻ ബി ദ കറക്റ്റ് ഓപ്ഷൻസ്? പറയൂ. Yes, the correct option is option number 4, CEBAD. Okay. So, ഒരു implicit type conversion ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ implicit type conversion is also known as a type promotion. Implicit type conversion നമ്മൾ type promotion എന്നും പറയുന്നുണ്ട്. ഇത് occur ചെയ്യുന്നത് automatically ആണ്. Okay. This will be occurs automatically by a compiler. സോ ഇത് ഓട്ടോമാറ്റിക്കലി ആണ് ഒക്കർ ചെയ്യുന്നത്. എന്തിന്റെ ഹെൽപ്പിലാണ്? ഒരു കമ്പൈലറിന്റെ ഹെൽപ്പില്. കമ്പൈലറിന്റെ ഹെൽപ്പ് എന്ന് പറയുന്ന സമയത്ത് ഒരു ലോവർ ഡാറ്റ ടൈപ്പ് ഉണ്ടാവും. ആ ലോവർ ഡാറ്റ ടൈപ്പിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഹൈ ഡാറ്റ ടൈപ്പിലോട്ട് മാറ്റും. സോ ഒരു ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന് നമ്മൾ ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക്കലി ആണ് ഒരു കമ്പൈലറിൽ നടക്കുന്നത്. അവിടെ ലോവർ ഡാറ്റ ടൈപ്പിനെ എന്താക്കി മാറ്റുന്നുണ്ട്? ഹൈ ഡാറ്റ ടൈപ്പിലോട്ട് ഹൈ ഡാറ്റ ടൈപ്പ് ആയിട്ട് അവിടെ മാറും. ഇനി അങ്ങനെയെങ്കിൽ നമ്മളൊരു ഹൈറാർക്കി ആണ് എടുക്കുന്നത്. ദ ഹൈറാർക്കി ഫോർ ദി ടൈപ്പ് കൺവേർഷൻ. സോ ഈ ഒരു ഹൈറാർക്കി എന്ത് ചെയ്യുന്നുണ്ട്? സോ ദ ഹൈറാർക്കി ഫോർ ദി ടൈപ്പ് കൺവേർഷൻ വിൽ ബി ഫോളോസ് ദ ഡാറ്റ ടൈപ്പ് സൈസ് ആൻഡ് ദി precision. സോ മോസ്റ്റ്ലി ഈ ഒരു എന്താ പറയാ ഈ ഒരു ടൈപ്പ് കൺവേർഷന്റെ ഹൈറാർക്കി എന്ന് പറയുന്നത് ഒന്ന് ഡാറ്റ ടൈപ്പിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, രണ്ട് പ്രിസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ വൺ ഇസ് സൈസ് ആൻഡ് അനദർ വൺ ഇസ് പ്രിസിഷൻ. സോ ഇവിടെ സ്മോൾ ഡാറ്റ ടൈപ്സ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ലാർജ് ഡാറ്റ ടൈപ്പ് ആയിട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി കോമ്പാറ്റിബിലിറ്റി ആൻഡ് ദി പ്രിസിഷൻ. സോ സ്മോളർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് എന്തിലോട്ട് പോകുന്നു? ലാർജർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പിലോട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി കോമ്പാക്റ്റബിലിറ്റി ആൻഡ് ദി പ്രിസിഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ദ കറക്റ്റ് ഓർഡർ ഓഫ് ദി ഡാറ്റ ടൈപ്പ് ഫ്രം ദി ലോവർ സൈസ് ടു ഹയർ സൈസ് ഫോർ ദി ഇംപ്ലിസിറ്റ് കൺവേർഷൻ. സോ ലോവർ സൈസിൽ നിന്നും ഹയർ സൈസിലേക്കുള്ള ആ ഒരു ഡാറ്റ ടൈപ്പിന്റെ കറക്റ്റ് ഓർഡർ ആണ് എന്തിന്റെ? ഇംപ്ലിസിറ്റ് കൺവേർഷന്റെ. So the correct order of a data types from lower size to higher size for implicit conversion. ആ ഒരു ഓർഡർ എങ്ങനെയായിരിക്കും വരുന്നത്? ഫസ്റ്റ് നമ്മൾ അൺസൈൻഡ് ഇന്റിജേഴ്സ് ആണ്, then long int, then unsigned long int. നമുക്കറിയാലോ ഓൾറെഡി നമ്മൾ അൺസൈൻഡ്, then long int, then only ആ ഒരു നെയിം എന്തിലേക്ക് മാറുന്നുള്ളൂ? അൺസൈൻഡ് long int എന്ന് വരുന്നുള്ളൂ. Then we have double, then we have long double. Okay. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് അൺസൈൻഡ് ആയിട്ടുള്ള ഇന്റിജർ ആയിരിക്കും. അൺസൈൻഡ് ഇന്റ്, ദെൻ ലോങ് ഇന്റ്, അൺസൈൻഡ് ലോങ് ഇന്റ്, ഡബിൾ, ദെൻ ലോങ് ഡബിൾ. സോ ഈ ഒരു എന്താ പറയാ ഈ ഒരു കൺവേർഷൻ, ഈ ഒരു സീക്വൻസ് ആണ് ഇത് എൻഷുർ ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി എൻഷുർ ദാറ്റ് നോ ഡാറ്റ ലോസ് വിൽ ബി ഒക്കർ ഡ്യൂറിംഗ് ദി കൺവേർഷൻ പ്രോസസ്. കൺവേർഷൻ പ്രോസസ്സിൽ ഈ ഒരു ഡാറ്റ ലോസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അവിടെ ഒക്കർ ചെയ്യത്തില്ല. Okay. So additional info ആണ് the details of ഈ ഒരു ഡാറ്റ ടൈപ്പിന്റെ ഡീറ്റെയിൽ ആണ്. അൺസൈൻഡ് ഇന്റ് എന്ന് പറയുന്നത് a 4 byte ഡാറ്റ ടൈപ്പ് ആണ്. സോ അത് മോസ്റ്റ് ഓഫ് ദി സിസ്റ്റത്തിലും അങ്ങനെ തന്നെയാണ്. അത് സ്റ്റോർ ചെയ്യുന്നത് എന്തായിരിക്കും? ഓൺലി പോസിറ്റീവ് ഇന്റിജേഴ്സ് ആയിരിക്കും. സോ ഇതെന്ന് പറയുന്നത് ആക്ച്വലി 4 byte ആണ്. അത് സ്റ്റോർ ചെയ്യുന്നത് പോസിറ്റീവ് ഇന്റിജേഴ്സ് ആയിരിക്കും. ഓക്കെ. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ലോങ് ഇന്റ്. ലോങ് ഇന്റ് എന്ന് പറയുന്നത് അത് 4 byte ആവാം ഓർ 8 byte ആവാം. ഓക്കെ. ആൻഡ് അത് capable ഓഫ് സ്റ്റോറിംഗ് ലാർജർ ഇന്റിജേഴ്സ് ആണ്. സോ ഇവിടെ വരുന്നത് എന്താന്ന് വെച്ചാല് ലാർജർ ഇന്റിജേഴ്സ് ആണ്. സോ ദിസ് ലോങ് ഇന്റിജേഴ്സ് ഇസ് യൂസ്ഡ് ഫോർ it is capable ഓഫ് സ്റ്റോറിംഗ് ദി ലാർജർ ഇന്റിജേഴ്സ് ആണ് കമ്പയർഡ് ടു ഇന്റ്. ഇനി അടുത്തത് അൺസൈൻഡ് ലോങ് ഇന്റിജേഴ്സ് ആണ്. അൺസൈൻഡ് ലോങ് ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 4 byte അല്ലെങ്കിൽ 8 byte ഡാറ്റ ടൈപ്പ് ആയിരിക്കും. ഓക്കെ. സോ അൺസൈൻഡ് ലോങ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത് ഒരു 4 byte ഓർ 8 byte ഡാറ്റ ടൈപ്പ് ആയിരിക്കും. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലാർജർ പോസിറ്റീവ് ഇന്റിജർ വാല്യൂസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ അൺസൈൻഡ് ലോങ് ഇന്റ് എന്ന് പറയുന്നത് ഒരു 4 byte ഓർ 8 byte ഡാറ്റ ടൈപ്പ് ആണ്. അത് യൂസ് ചെയ്തിരിക്കുന്നത് ലാർജർ പോസിറ്റീവ് ഇന്റിജർ വാല്യൂസ് ആണ്. ഓക്കെ. ദെൻ ഇവിടെ വരുന്നത് അടുത്തതാണ് ഡബിള്. ഡബിൾ എന്ന് പറയുന്നത് ഒരു 8 byte ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ് ആണ്. റൈറ്റ്.
സോ ഡബിൾ ഒരു 8 ബൈറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ് ആണ്. അത് യൂസ് ചെയ്തിരിക്കുന്നത് ടു സ്റ്റോർ ദ ഡിസിഷൻ വാല്യൂസ് വിത്ത് ഡബിൾ പ്രിസിഷന്റെ ബേസ് ചെയ്തിട്ടാണ്. സോ അൺസൈൻഡ് ഇന്റ് ലോങ് ഇന്റ് അൺസൈൻഡ് ലോങ് ഇന്റ് ദെൻ ഡബിൾ. സോ ഇങ്ങനെയാണ് ആ ഒരു എന്താ പറയാ മെത്തേഡ് വരുന്നത്. സോ ഇത്രയും ക്ലിയർ ആയോ എങ്ങനെയാണ് ആ ഒരു മെത്തേഡ് വരുന്നത് എന്നുള്ള? ഇനി വരുന്നത് ലോങ് ഡബിൾ ആണ്. സോ ലോങ് ഡബിൾ എന്ന് പറയുന്നത് ഒരു 4 ബൈറ്റ് ആയിട്ടുള്ള 4 ബൈറ്റ്, അതായത് ലോങ് ഡബിൾ എന്ന് പറയുമ്പോൾ അത് 10 ബൈറ്റ് ആവാം ഓർ 16 ബൈറ്റ് ആവാം. അതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്റ്റെൻഡഡ് പ്രിസിഷൻ ഡെസിമൽ നമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി ആക്ച്വലി എന്താണ് ഈ ഒരു ഇംപ്ലിസിറ്റ് കൺവേർഷൻ? So why this implicit conversion is necessary? അതാണ് മറ്റൊരു പോയിന്റ്. See, ഈ ഒരു ഇംപ്ലിസിറ്റ് കൺവേർഷൻ why it is necessary എന്ന് പറയുമ്പോൾ ഇത് എൻഷുർ ചെയ്യുന്നുണ്ട് എന്ത്? This will be ensure that the operations involving different data types are performed accurately and without lost data. So ഈ ഒരു ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്തുകൊണ്ടാണ് നെസസറി എന്ന് പറയുന്നത്? ഇത് എൻഷുർ ചെയ്യുന്നത് ഓപ്പറേഷൻസ് ആണ്. Okay, so this will be ensure the operations അത് ഇൻവോൾവ് ചെയ്യുന്നത് ഡിഫറെന്റ് ഡാറ്റ ടൈപ്പിലായിരിക്കും അത് പെർഫോം ചെയ്യുന്നത് അക്യുറേറ്റ്ലി വിത്തൗട്ട് ദ ഡാറ്റ ലോസ്. സോ ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഇവിടെ നെസസറി എന്ന് പറയാൻ കാരണം അത് എൻഷുർ ചെയ്യുന്നത് ഓപ്പറേഷൻസ് അവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് ആയിരിക്കും. ഈ ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് പെർഫോം ചെയ്തിരിക്കുന്നത് അക്യുറേറ്റ് ആയിരിക്കും വിത്തൗട്ട് ദി ഡാറ്റ ലോസ് ഇല്ലാതെ. ഇനി ഫോർ എക്സാമ്പിൾ സി നമ്മൾ ഒരു ഇന്റിജർ ആഡ് ചെയ്യാണ്. സപ്പോസ് ഫോർ എക്സാമ്പിൾ വി ആർ ആഡിങ് ആൻ ഇന്റിജർ ടു ദി ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. ഈ ഒരു ഇന്റിജർ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിലോട്ട് നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്ത്? ഇന്റിജറിൽ നിന്ന് ഫ്ലോട്ടിലോട്ട് അത് എന്തായി പോകും? പ്രൊമോട്ട് ആവുന്നുണ്ട്. സോ we are adding an integer to the floating point number that will be trying to promote the integer to a floating point number before the operation. So the important point എന്ന് പറയുന്നത് implicit conversions follow ചെയ്യുന്നത് strict hierarchy ആണ്. So that it will be prevent the loss of data യുടെ പ്രോബ്ലം അവിടെ വരുന്നില്ല. Then when the precision and size is differ. So precision and size differ ആവുന്ന സമയത്ത് data type with a higher precision or higher size will be chosen for promotion. So precision or size or different ആവുന്ന സമയത്ത് ഏതാണോ ഡാറ്റ ടൈപ്പ് ആ ഡാറ്റ ടൈപ്പിന് ഹൈ precision or size ആണെങ്കിൽ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത സ്റ്റേജിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് യൂസ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? ഇഫ് ദി ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഡസ് നോട്ട് മീറ്റ് ദി ഡിസൈർഡ് ഔട്ട്കം. സോ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംപ്ലിസിറ്റ് കൺവേർഷന് ഡിസൈർഡ് ഔട്ട്കം മീറ്റ് ചെയ്യാത്ത സമയത്താണ്. So first of all, we will be go with the implicit conversion only. When that implicit conversion will not work or when that implicit conversion is not giving such a good result, then only we will be go for the explicit conversion. അതാണ് നമ്മൾ പറഞ്ഞത് explicit conversion use ചെയ്യുന്നത് when the desired outcome while we are using with the implicit, if it is not meeting, then only we will be go for the explicit typecasting. Okay, ഇത്രയും ക്ലിയർ ആയോ? So next question idana, arrange the following sequence related to the fastest system. So the options are, sequence ആണ് basic group handling, second structure merging, third tokenization, and the fourth one complex freeze handling, fifth one complex word handling. So which is the correct sequence? The first one is CADEB, second option EACDB, third CEADB, and the fourth one CEDAB. ഏതായിരിക്കും പെട്ടെന്ന് പറഞ്ഞ് ഫാസ്റ്റസ്റ്റ് സിസ്റ്റവുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന സീക്വൻസ് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയിട്ട് പറയൂ എന്തായിരിക്കും നമ്മുടെ ആ ഒരു സീക്വൻസ് വരുന്നത്? യെസ് the sequence can be CEADB. എങ്ങനെയാ അത് വന്നിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ. See, fastest system എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫ്രെയിംവർക്ക് ആണ് and this is used for information extraction ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. particularly അത് യൂസ് ചെയ്യുന്നത് natural language processing, that is NLP.
So fastest system എന്ന് പറയുന്നത് ഒരു ഫ്രെയിംവർക്ക് ആണ്. അത് യൂസ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ്. പെർട്ടിക്കുലർലി വിൽ ബി യൂസ് ഫോർ ദി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ്. ആൻഡ് ഓൾസോ the correct sequence for the process in the fastest system. So fastest systemത്തിലെ correct sequence ഏതാണെന്നാണ് നമ്മൾ പറയുന്നത്. So the correct system it will be starts first with tokenization. So fastest systemത്തിലെ first step എന്ന് പറയുന്നത് tokenization ആണ്. So tokenization എന്ന് പറയുന്ന സമയത്ത് tokenization is the first step where the text is broken down into individual tokens or words. അതായത് നമ്മുടെ കയ്യിൽ ഒരു വലിയൊരു ടെക്സ്റ്റ് ഉണ്ട്. ഇതിനെ നമ്മൾ കുഞ്ഞു എന്താക്കി മാറ്റി ടോക്കൺസ് ആക്കി മാറ്റി or else you can call it as a words. So മൊത്തം ടെക്സ്റ്റിനെ സ്മോൾ ടോക്കൺസ് or words ആക്കി മാറ്റുന്നതിനെയാണ് will be called as a ടോക്കണൈസേഷൻ. രണ്ടാമത്തേന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ കോംപ്ലക്സ് വേർഡ് ഹാൻഡ്ലിംഗ് ആണ്. കോംപ്ലക്സ് വേർഡ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന സമയത്ത് see there are some words. ഓക്കെ, ആ ഒരു വേർഡ്സിന് സ്പെഷ്യൽ മീനിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അനലൈസ്ഡ് ആൻഡ് പ്രോസസ്ഡ്. സോ കോംപ്ലക്സ് വേർഡ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് certain words will be containing some difficult meaning or difficulties will be faced while they will be understanding what it is. So ഈ ഒരു സ്റ്റെപ്പില് വേർഡിന് സ്പെഷ്യൽ മീനിങ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഉള്ള വേർഡുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ അനലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോംപ്ലക്സ് വേർഡ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നതാണ് ബേസിക് ആയിട്ടുള്ള ഗ്രൂപ്പ് ഹാൻഡ്ലിംഗ്. സോ എന്താണ് ഈ ബേസിക് ഗ്രൂപ്പ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്? സോ ബേസിക് ഫ്രേസസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്. സോ ബേസിക് ഗ്രൂപ്പ് ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഫ്രേസസ് ഉണ്ടാവും ഓർ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടാവും അല്ലെ. സോ ബേസിക് ഫ്രേസസ് ഓർ ബേസിക് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഗ്രൂപ്പിനെയാണ് ഫർദർലി നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോസസ് ചെയ്യുന്നത്. സോ ബേസിക് ഗ്രൂപ്പ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് there will be basic phrases that will be grouped of the words and that is identified and that is can be grouped for the further processing. Okay, ഇതാണ് നമ്മുടെ third step. This can be the second and this can be the third. നെക്സ്റ്റ് വരുന്നത് കോംപ്ലക്സ് ഫ്രേസ് ഹാൻഡ്ലിംഗ് ആണ്. കോംപ്ലക്സ് ഫ്രേസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്രേസസ് ആണ്. അവിടെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് പ്രോസസ് ചെയ്യാം ആൻഡ് വി ക്യാൻ ഏബിൾ ടു ഇന്റർപ്രറ്റ്. സോ കോംപ്ലക്സ് ആയിട്ടുള്ള ഫ്രേസ് ഹാൻഡ്ലിംഗ് ആണ്. അത് കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്. അവിടെയുള്ള ഫ്രേസും സ്ട്രക്ചേഴ്സും നമുക്ക് പ്രോസസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് സ്ട്രക്ചർ മെർജിംഗ് ആണ്. അതായത് ഈ ഒരു ഫ്രേസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തു, നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തു. ഇനി നമുക്ക് എല്ലാത്തിനെയും കൂടി എന്ത് ചെയ്യണം? മെർജ് ചെയ്യണം. സോ മെർജിംഗ് എന്ന് പറയുന്നത് അനദർ സ്റ്റെപ്പ് ആണ്. ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചേഴ്സ് നമ്മൾ മെർജ് ചെയ്തിട്ട് എന്തായിട്ടുണ്ട്? ഒരു കൊഹൻസീവ് റെപ്രസെന്റേഷൻ ഓഫ് ഇൻഫർമേഷൻസിന്റെ ഒരു കൊഹൻസീവ് റെപ്രസെന്റേഷൻ ആയിട്ട് മാറ്റുന്നു. സോ സ്ട്രക്ചർ മെർജിംഗ് എന്ന് പറയുന്നത് ഫൈനലി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചേഴ്സിനെ മെർജ് ചെയ്തിട്ടുണ്ട് ഒരു സെർട്ടൈൻ ഫോം. അതിനെയാണ് നമ്മൾ കൊഹൻസീവ് റെപ്രസെന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സീക്വൻസ് ഈ ഒരു സീക്വൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? So this sequence is designed to progressively extract ചെയ്യാനുണ്ട്. സോ ഓരോ പ്രോഗ്രസീവ്ലി നമുക്ക് അതിനെ എന്ത് ചെയ്യണം? extract ചെയ്യണം. So this sequence is designed to progressively extract and also we can able to organize the information from unstructured text. Unstructured ആയിട്ടുള്ള ടെക്സ്റ്റിൽ നിന്നും ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗനൈസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സീക്വൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രോഗ്രസീവ്ലി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനാണ്. എന്തിനെ എക്സ്ട്രാക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്യാനാണ് ഇൻഫർമേഷൻസ് ഫ്രം അൺസ്ട്രക്ചേർഡ് ടെക്സ്റ്റ്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻസ്, അതായത് അഡീഷണൽ ഇൻഫർമേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഫാക്ടേഴ്സിന്റെ അപ്ലിക്കേഷൻസ് ആണ്. സോ ദ അപ്ലിക്കേഷൻസ് ഓഫ് ഫാക്ടർ സിസ്റ്റം, ഒന്ന് അത് യൂസ് ചെയ്തിരിക്കുന്നത് ഓട്ടോമേറ്റഡ് ടെക്സ്റ്റ് സമ്മറൈസേഷന് വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് വി ക്യാൻ എക്സ്ട്രാക്ട് ദ കീ ഇൻഫർമേഷൻ ഫ്രം ഒരു ലാർജ് ഡോക്യുമെന്റിൽ നിന്നും കീ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. രണ്ടാമത്തത് that will be helps in named entity recognition task ന് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഈ ഒരു എന്റിറ്റീസിനെ സച്ച് ആസ് നെയിം, ലൊക്കേഷൻ, ഓർഗനൈസേഷൻ ഒക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫൗണ്ടേഷൻ ആണ് ഫോർ ദി മെഷീൻ ലേണിംഗ് AI സിസ്റ്റത്തിനൊക്കെ. സോ ദാറ്റ് വി ക്യാൻ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രോസസ്സസ് ദി ഹ്യൂമൻ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പ്രോസസ് ചെയ്യാനും ഹെൽപ്പ് ആയിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് കസ്റ്റമർ സർവീസ് സിസ്റ്റത്തിലാണ്.
so that we can able to analyze ചെയ്യാൻ പറ്റും and നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും to the user queries effectively. സോ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് കസ്റ്റമർ സർവീസ് സിസ്റ്റത്തിലാണ്. അതുവഴി നമുക്ക് അനലൈസ് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും പറ്റും ടു ദി യൂസർ ക്വറീസ് എഫക്റ്റീവ്ലി. ഇനി അടുത്തത് ഈ ഒരു ഫാക്ടർ സിസ്റ്റത്തിന്റെ കീ ഫീച്ചേഴ്സ് ആണ്. ദ കീ ഫീച്ചേഴ്സ് ഓഫ് ഫാക്ടർ സിസ്റ്റം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു മോഡുലാർ ഡിസൈൻ അലൗ ചെയ്തിരിക്കുന്നത് ഇൻക്രിമെന്റൽ പ്രോസസിംഗ് ഓഫ് ടെക്സ്റ്റ് ആണ്. So we have a modular design. ഈ modular design allow ചെയ്തിരിക്കുന്നതും incremental processing of ടെക്സ്റ്റിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം ഇത് capable ആണ് എന്തിന് for handling the complex and the nested structures in the sentences. So ഈ factor systemത്തിന്റെ key features എന്ന് പറയുന്നത് ഇവിടെ modular designs ഉണ്ട്. ഈ modular designs incremental processing of a ടെക്സ്റ്റിനെ allow ചെയ്യുന്നുണ്ട്. രണ്ട്, ഇത് capable ആണ് for handling the complex and the nested structures. ഒരു ടെക്സ്റ്റ് സെന്റൻസിലുള്ള കോംപ്ലക്സ് ഓർ നെസ്റ്റഡ് സ്ട്രക്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ ഇത് ഈസി ആണ്. മൂന്നാമത്തെ കാര്യം എഫിഷ്യന്റ് ആൻഡ് സ്കെയിലബിൾ ആണ് ഫോർ ദി ലാർജ് സ്കെയിൽ ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ ആൻഡ് ദി ടാസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കുക. ഇഫ് kn എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആണ് ഓഫ് n വെർട്ടിസസ് ആൻഡ് kmn എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ് ആണ്. Then arranging the following non-planar graph in an ascending order on the basis of the minimum number of crossing. Minimum number of crossing ന്റെ ബേസ് ചെയ്തിട്ട് എങ്ങനെ വരുന്നു? So the first one k6, second k7, third k4,4, fourth one k5,5. So which can be the correct answer? First one ABCD, second CDAB, third ACBD, fourth one DBAC. ഏതായിരിക്കും നമ്മുടെ correct answer എന്ന് പറയുന്നത് പറയൂ? Yes. The correct answer is option number 3 ACBD. എങ്ങനെയാ അത് വരുന്നത് നമുക്ക് നോക്കിയാലോ? Yes. The problem involves arranging the graphs based on the നമ്മുടെ question minimum number of edge ആണല്ലേ. അത് മിനിമം നമ്പർ ഓഫ് എഡ്ജ് ക്രോസിംഗ് ആണ്. അത് ഗിവൺ തന്നിരിക്കുന്നത് ഗ്രാഫ്സ് തന്നിരിക്കുന്നത് k6, k7, k44 and k55. സോ നമ്മൾ ഇവിടെ നോക്കുന്നത് ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ മിനിമം നമ്പർ ഓഫ് ക്രോസിംഗ് ഫോർ എ കംപ്ലീറ്റ് ഗ്രാഫ്. സി വി ഹാവ് എ കംപ്ലീറ്റ് ഗ്രാഫ്. ഓക്കെ, ഈ കംപ്ലീറ്റ് ഗ്രാഫ് ആണ് kn. ഈ kn എന്ന് പറയുന്നത് ഈ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് kn-ന്റെ മിനിമം നമ്പർ ഓഫ് ക്രോസിംഗ് ആണ്. ഈ CR എന്ന് പറയുന്നത് ആക്ച്വലി ദിസ് മീൻസ് ദാറ്റ് ക്രോസിംഗ് ആണിത്. സോ ക്രോസിംഗ് ഓഫ് kn എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ക്രോസിംഗിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, സോ ദിസ് ഇസ് ദ ഫോർമുല. ഓക്കെ, ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ സോ ഈ ഫോർമുലാസ് ഒക്കെ പഠിച്ചു വെക്കുക. ഈ രണ്ട് ഫോർമുലാസും ഇമ്പോർട്ടന്റ് ആണ്. So the formula is lower of 1/4 into n by 2 into n minus 1/2 into n minus 1/2 into n minus 3/2. ഒരു കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ്, സി ഒരു കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ് ആണെങ്കിൽ the formula is CR m, k m, n is equal to 1/2 into m into m minus 1 into n minus 1 divided by m plus n minus 2. സോ ഇത്രയാണ് നമുക്ക് ആ ഒരു ഇതിലുള്ളത്. നോട്ടീസ് ചെയ്യുക എങ്ങനെയാണ് വരുന്നതെന്ന്. ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് ഇനി ക്രോസിംഗ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ക്രോസിംഗ് കാൽക്കുലേറ്റ് ചെയ്യൂ. ഫസ്റ്റ് നമ്മൾ ക്രോസിംഗ് ഓഫ് k6 ആണ്. k6 എന്ന് പറയുന്നത് CR ഓഫ് k6 is equal to L of 1,4 into 3 into 2 into 2 into 1 ബേസിലാണ് നമ്മൾ എടുക്കുന്നത്. സോ യു വിൽ ബി ഗെറ്റിംഗ് 3, യുവർ വാല്യൂ ഇസ് 3. Then k7 അതും L of 1,4 into 3 into 3 into 2 into 1 ഇത് 4.5 ആണ്. സോ ലോവർ ആണ് എടുക്കേണ്ടത്. സോ വി ആർ ടേക്കിംഗ് 4 alone. സപ്പോസ് ഇത് ഇങ്ങനെയാണ് നമുക്ക് തന്നത് 4.5 എങ്കിൽ നമുക്ക് 5 ആയിട്ട് എടുക്കണം. ഇനി അഗെയിൻ k4,4 എന്ന് പറയുമ്പോൾ ഇക്വേഷൻ മാറി. അവിടെ L of 1/2 ആണ് into 4 into 3 into 4 into 3 divided by 4 plus 4 minus 2. You will be getting 12. k5,5 നിങ്ങൾ ചെയ്യുവാണെങ്കിൽ you will be getting 25. Then ഇതിനെ നമ്മൾ ഇനി അറേഞ്ച് ചെയ്യാണ്. ഇപ്പൊ കിട്ടിയ വാല്യൂ ഇല്ലേ, ഒന്ന് 3 ആണ്, ഒന്ന് 4 ആണ്, 12 and 45, 25. So that can be first order k6 ആണ് വരുന്നത്, then k44 ആണ് വരുന്നത്, then വരുന്നത് k7, okay, then വരുന്നത് k55. ഇതാണ് ആ ഒരു ascending order എന്ന് പറയുന്നത്. Okay, clear ആയോ എങ്ങനെയാ വരുന്നതെന്ന്?
സോ എന്താണ് ഈ ജസ്റ്റ് ഈ ഒരു ഗ്രാഫ്സ് എന്താണെന്നാണ്. ഫസ്റ്റ് ഇസ് പ്ലനാർ ഗ്രാഫ്. പ്ലനാർ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫ് പ്ലനാർ ആവണമെങ്കിൽ if it can be drawn on a plane without any edge crossing, ഒരു എഡ്ജ് ക്രോസിംഗ് ഇല്ലാതെ വരണം. ഒരു പ്ലനാർ ഗ്രാഫിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് K4, K33 ആണ് certain കണ്ടീഷൻസിൽ. നോൺ പ്ലനാർ ഗ്രാഫ് എന്ന് പറയുമ്പോൾ K5, K6, K44 ഇതൊക്കെ നോൺ പ്ലനാർ ആണ് ബിക്കോസ് ഓഫ് ദി ഹൈ എഡ്ജ് ഡെൻസിറ്റി. ഇനി ഗ്രാഫ് തിയറിയുടെ അപ്ലിക്കേഷൻ അത് നെറ്റ്വർക്ക് ഡിസൈനിൽ യൂസ് ചെയ്യാം, കമ്പ്യൂട്ടർ സയൻസിൽ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാം. ഗ്രാഫ് ക്രോസിംഗ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ് VLSI ഡിസൈനിലും സർക്യൂട്ട് ലേഔട്ട് പ്രോബ്ലത്തിലും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ഫേസ് ഓഫ് എ കമ്പൈലർ വിച്ച് പ്രൊഡ്യൂസ് എ സിമ്പിൾ ടേബിൾ. ഒരു സിമ്പിൾ ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഫേസിലാണെന്നാണ്. സോ ദ ഓപ്ഷൻ ഇസ് ഫസ്റ്റ് വൺ സിന്റാക്സ് അനാലിസിസ്, സെക്കൻഡ് സെമാന്റിക് അനാലിസിസ്, third target code generation, and fourth one code optimization. Yes, the correct answer is syntax analysis. See, syntax analysis നെ നമ്മൾ പാർസിംഗ് എന്ന് പറയുന്നുണ്ട്. ഇത് കമ്പൈലറിന്റെ ഒരു ഫേസ് ആണ്. അവിടെ സോഴ്സ് കോഡ് എന്ത് ചെയ്യുന്നുണ്ട്, that is analyzed and to check its grammar structure according to the programming language syntax tool. So ഈ ഒരു പാർസിംഗ് വരുന്നത് എന്തിന്റെയാണ്, ആ ഒരു സിൻടാക്സ് റൂൾസിന്റെ ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നത്. ഈ ഒരു ഫേസിൽ സോ ഡ്യൂറിങ് ദിസ് ഫേസ് കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു സിമ്പിൾ ടേബിൾ. ഈ ഒരു ഫേസിൽ കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് സിമ്പിൾ ടേബിൾ. അവിടെ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? സോ ഡ്യൂറിങ് ദിസ് ഫേസ് കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്നു സിമ്പിൾ ടേബിൾ ഇൻ വിച്ച് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിരിക്കുന്നത് ടു സ്റ്റോർ ദ ഇൻഫോർമേഷൻ അബൌട്ട് ദി വേരിയബിൾ. ഈ ഡാറ്റ സ്ട്രക്ചർ ഇൻഫോർമേഷൻസ് ഇതാക്കി വെക്കുന്നത് വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാൻ, ഫംഗ്ഷൻസിനെ സ്റ്റോർ ചെയ്യാൻ, ഒബ്ജക്റ്റിനെ സ്റ്റോർ ചെയ്യാൻ ആൻഡ് അതർ ഐഡന്റിഫയേഴ്സ് ഇൻ ദി പ്രോഗ്രാം. സോ അങ്ങനെയെങ്കിൽ നമ്മുടെ സിമ്പിൾ ടേബിൾ എന്ത് ചെയ്യുന്നു? This simple table will helps in keeping the track of the scope, binding of the names, as well as it will be providing a semantic analysis and code generation phases. Okay, എന്താണ് ഈ ഒരു സിന്റാക്സ് അനാലിസിസ്? ഇനി നിങ്ങൾ നോക്കാം, ഈ സിന്റാക്സ് അനാലിസിസ് ആണ് ടോക്കണൈസ്ഡ് ആയിട്ടുള്ള. സി ഫസ്റ്റ് വരുന്നത് ലെക്സിക്കൽ, പിന്നെയാണല്ലോ സിന്റാക്സ്, പിന്നെയാണ് സെമാന്റിക്. സോ ലെക്സിക്കലിൽ നിന്ന് വരുന്ന ടോക്കണെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് പ്രൊസീജിയറിലോട്ട് പോകുന്നത്. സോ ദ ടോക്കണൈസ്ഡ് ഇൻപുട്ട് ഫ്രം ദി ലെക്സിക്കൽ അനാലിസിസ് ഫേസ് അത് ഓർഗനൈസ് ചെയ്ത് നമ്മളൊരു പാർസ് ട്രീ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് സിന്റാക്സ് ട്രീ ആയിട്ട് മാറ്റുന്നു based on the grammar of the language. ഇനി ഈ ഒരു ഫേസ് ആണ് എന്ത് ചെയ്യുന്നത്, this phase will be ensure that the program adheres to the structural rules of the language and this is crucial for the further stage of the compilation. ഇതാണ് നെക്സ്റ്റ് സ്റ്റേജ് കമ്പൈലേഷന് കുറച്ചും കൂടി വരുന്നത്. ഇനി വരുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ആക്ച്വലി വൈ വി ആർ യൂസിങ് ദിസ് സിമ്പിൾ ടേബിൾ. സോ സിമ്പിൾ ടേബിൾ സ്റ്റോർ ചെയ്യുന്നത് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഐഡന്റിഫയേഴ്സിനെ കുറിച്ചാണ്. ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ വേരിയബിൾ നെയിംസ് വരാം, ഡാറ്റ ടൈപ്പ് വരാം, സ്കോപ്പ് വരാം, മെമ്മറി ലൊക്കേഷൻസ് വരാം. ഓക്കെ, so this will be act as a reference for the compiler during the semantic analysis and intermediate code generation optimization stages. And also ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു ടേബിൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എറർ ഡിറ്റക്ഷൻ ബൈ എ പ്രോപ്പർ യൂസേജ് ഓഫ് വേരിയബിൾ ആൻഡ് ഫംഗ്ഷൻ. ഇനി ജസ്റ്റ് ഒരു ഗ്ലാൻസ് ആണ്. Phases of a compiler will starts with lexical analyzer, syntax and semantics. Lexical എന്ന് പറയുന്നത് കോഡിനെ നമ്മൾ ടോക്കൺ ആക്കി മാറ്റുന്നു. സിന്റാക്സ് എന്ന് പറയുന്ന സമയത്ത് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, അത് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു സിമ്പിൾ ടേബിള്. സെമാന്റിക് എന്ന് പറയുന്നത് once that generated sparse tree or we will be ensuring meaning of the program correct ആണോ എന്ന് ചെക്ക് ചെയ്യാം. അടുത്തതാണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷനിൽ കൺവേർട്ട് ചെയ്യുന്നത് ആ ഒരു പ്രോഗ്രാമിനെ ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ ആക്കി മാറ്റുന്നു. ദെൻ വരുന്നതാണ് കോഡ് ഒപ്റ്റിമൈസേഷൻ. കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഇന്റർമീഡിയറ്റ് കോഡിന്റെ എഫിഷ്യൻസി അത് ഒപ്റ്റിമൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ വരുന്നത് ടാർഗറ്റ് കോഡ് ജനറേഷൻ ആണ്. ടാർഗറ്റ് കോഡ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈനൽ ആയിട്ടുള്ള മെഷീൻ കോഡ് എക്സിക്യൂഷൻ ആയിരിക്കും. സോ ഇത്രയാണ് നമ്മുടെ കമ്പൈലറിന്റെ ബേസിക് ആയിട്ട് വരുന്ന സ്റ്റെപ്സ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ പിന്നെ റിമൈനിങ് ആയിട്ടുള്ള PYQs നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ലേണേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് സെഷൻ.